ഹായ് മക്കളെ, നിങ്ങളെ +1 ആനുവൽ എക്സാമിനേഷന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് വാല്യൂസ് മാറിയിട്ട്, അതായത് കോട്ടിന് പകരം സൈനോ കോസോ ഒക്കെ വന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ കോട്ട് x = 5/12 എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് 90 ഡിഗ്രി അല്ലാത്ത ഏതെങ്കിലും ഒരു ആംഗിൾ എക്സ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, കോട്ടെക്സ് എത്രയാണെന്നാ പറഞ്ഞത്? കോട്ടെക്സ് 5/12 എന്നാ പറഞ്ഞത്. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ്റെ നേരെ റെസിപ്രോക്കലാണ് അല്ലേ? അപ്പോൾ ടാൻ എന്താ വരിക? 12/5. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ 12/5 ആണ് വരിക. അതിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 12, അഡ്ജസൻറ്റ് സൈഡ് 5. ഇനി നേരെ ഹൈപ്പോട്ടന്യൂസ് പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കുക. എന്താ വരിക? റൂട്ട് ഓഫ് ബേസിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ 12 സ്ക്വയർ. ദാറ്റ്സ് ഇക്വൽ റൂട്ട് ഓഫ് 25 പ്ലസ് 144 169. അഥവാ റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ 13 ആണ്. ഹൈപ്പോട്ടന്യൂസ് 13 കിട്ടി അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. നിങ്ങൾ ആലോചിക്കുക, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം സൈൻ എക്സ് എഴുതാം. സൈൻ എക്സ് എന്താ ഇവിടെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ അല്ലേ? അപ്പം ഓപ്പോസിറ്റ് സൈഡ് 12, ഹൈപ്പോട്ടന്യൂസ് 13, 12/13. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തേർഡ് ക്വാർട്ടറിലാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആംഗിൾ കിടക്കുന്നത് തേർഡ് ക്വാർട്ടറിലാണ്. തേർഡ് ക്വാർട്ടറിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വാർട്ടറിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും പോസിറ്റീവും. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കലും മാത്രം. തേർഡ് ക്വാർട്ടറിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലും മാത്രം. ഫോർത്ത് ക്വാർട്ടറിൽ കോസും അതിൻ്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾ തേർഡ് ക്വാർട്ടറിലും പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടാൻ മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ സൈൻ എന്താ? നെഗറ്റീവ് ആണ്. സൈന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി സൈൻ എക്സ് എഴുതി. ഇനി എന്താ? പ്ലസ് ഇടണം. പ്ലസ് ഇട്ടു. ഇനി എന്താ എഴുതേണ്ടത്? കോസ് എക്സ് എഴുതണം. കോസ് എക്സ് എന്താ? കോസ് എക്സ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. 5/13. സോ 5/13 എഴുതി. 5/13 കോസ് ആയതുകൊണ്ട് തന്നെ കോസും എന്താ? തേർഡ് ക്വാർട്ടറിൽ നെഗറ്റീവ് അല്ലേ? സോ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. സോ വി ഗോട്ട് -12/13. ഈ പ്ലസ് മൈനസ് കൂടെ മൈനസ് ആയി. -5/13 എത്ര കിട്ടിയടാ? -17/13 എന്ന് ഫൈനൽ ആൻസർ കിട്ടി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കോസിന് പകരം സൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. എന്നിട്ട് വേറെ ചിലപ്പോൾ ടാൻ ആയിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം കൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷന് കാണാൻ കഴിയും.